ശരിക്കും വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇത് എടുക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ശരിക്കും. അതായത് പോളോയിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികൾ അമിയോ ആണ്. അതായത് പോളോ തന്നെ ശരിക്കും ഒരു ഡിക്കി വരുന്നുണ്ടെന്നേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു ടാറ്റന്റെ ഇലക്ട്രിക് വണ്ടി കാണിച്ചു തരാം. നെക്സോൺ EV ആണ് കേട്ടോ. അതായത് ഇനി അങ്ങോട്ടൊരു ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതിന്റെ ഡോറൊക്കെ ശരിക്കും 90 ഡിഗ്രി ചെയ്യാൻ പറ്റുന്ന ഡോർ. അതെ അതെ, ഭയങ്കര വൈഡായിട്ട് തുറക്കാം കേട്ടോ. 6:30 അല്ലേ, നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. പ്രൈസിന്റെ കാര്യം ഇവിടെ വന്നിട്ട് സംസാരിച്ചോളൂ. ചെയ്ത് കൊടുക്കുക അല്ലെ, മാക്സിമം. അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ വീഡിയോ കണ്ടു എന്ന് പറയും. ഓൾറെഡി ഞാൻ പ്രൈസ് വീഡിയോയിൽ നമ്മൾ ഒന്നുകൂടി നെറ്റ് ആക്കിയിട്ടാണ് പറയുന്നത്. ഇട്ട പ്രൈസ് കുറച്ച് വ്യത്യാസമാണ്. ആക്ച്വലി വരുന്ന 2017 മോഡൽ W6 അന്നത്തെയും ഇന്നത്തെയും രാജാവ്. ഇപ്പൊ ഒന്നുകൂടി ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒന്നുകൂടി അന്വേഷിക്കുന്ന ഒരു വണ്ടിയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ, അതും 2 വർഷത്തെ വാറണ്ടിയിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു യൂസ്ഡ് കാർ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ യൂസ്ഡ് കാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷനുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അതായത് ഏറ്റവും പുതിയ മോഡൽ വണ്ടികൾ, അത് ലോ കിലോമീറ്റർ, അങ്ങനെ കമ്പനി വാറണ്ടി ഉള്ളത്, ഇനിയിപ്പോൾ കുറച്ച് പഴയ മോഡലാണെങ്കിൽ ഇവരുടെ 2 വർഷം വാറണ്ടി എന്നിങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും തരുന്നത് നമ്മുടെ കാർസോൺ കാറും ബൈക്കിലാണ് കേട്ടോ. വൈശാഖ് ബ്രോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ ദിവസമായില്ലേ നമ്മളൊരു വീഡിയോ എടുത്തിട്ട്? 2 ആഴ്ചയുടെ മുകളിലായി. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് വൈശാഖ് ബ്രോ ആണ്. അവരുടെ എക്സാക്ട് ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റിൽ അത്താണിക്കൽ അല്ലേ, നമ്മുടെ സ്കോഡയുടെ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക ഷോറൂമുകളെല്ലാം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലേ. അതിനൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി എടുത്താൽ ചെക്ക് ചെയ്യാനും ഹിസ്റ്ററി നോക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമുക്കിത് കാണിക്കാനുള്ളതൊക്കെ അടിപൊളി വണ്ടികളാണോ? മിക്സഡ് ആയിട്ടാണ് എല്ലാ കാറ്റഗറി വണ്ടിയും എല്ലാം ഉണ്ടല്ലേ. അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും കൂടുതൽ നമ്മളൊരു SUV ടൈപ്പ് ലെവലിലേക്കാണ് നോക്കുന്നത് അല്ലേ. ഓഫ് കോഴ്സ് ലോ ബഡ്ജറ്റ് വണ്ടികളല്ല കാണിക്കുന്നത്. എല്ലാം ഒരു 3 ലക്ഷം മുതൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഒക്കെ ഉള്ളിൽ വരുന്ന വണ്ടികളല്ലേ. അതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം ഞാൻ കാണിച്ചത്. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ, മാക്സിമം ആ വീഡിയോ ഷെയറും കൂടി ചെയ്തോളൂ. ഇപ്പോൾ എന്തായാലും പെരുന്നാളും ലീവൊക്കെയാണ് വരാൻ പോകുന്നത്, ടൂറൊക്കെ പോകണ്ടേ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ടല്ലേ. അപ്പോൾ നല്ല വണ്ടികൾ, അതും മാക്സിമം ഫുൾ ലോണിലൊക്കെ തരാൻ പറ്റുന്ന കുറേ വണ്ടികളുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് കാരൻസ് പറഞ്ഞു തുടങ്ങാം അല്ലേ. വൈശാഖ് ബ്രോ, കാരൻസ് ഏതാ മോഡലൊക്കെ? 23 ലക്ഷറി പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ. ഇതില് സൺറൂഫ് വരില്ല. സൺറൂഫ് ഇറങ്ങുന്നതിൽ നിലവിൽ 22 വരെ ഉണ്ടായിരുന്നു. നിലവിലുള്ള സാധനങ്ങളിൽ സൺറൂഫ്. അതായത് കാലം മാറുന്നവരുമാർ ഓരോന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് മാറ്റങ്ങൾ വന്നുകൊണ്ട്. ഓക്കെ. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വണ്ടി അല്ലേ. റേഞ്ചിൽ കിട്ടും. പിന്നെ അത്രയും ഫീച്ചേഴ്സോടുള്ള വണ്ടിയാണ്. കിയന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട. അതായത് ഇന്ത്യൻ ബ്രാൻഡിലേക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുക്കാന്ന് കാണിച്ചു തന്ന വണ്ടിയാണ് Kia MG ഒക്കെ അല്ലേ. പിന്നെ ബാക്ക് 7 സീറ്റ് തന്നെ ബാക്ക് ഓൾമോസ്റ്റ് ഒരു വണ്ടികളൊക്കെ ബേബി സീറ്റ് ആയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് റോ വരുന്നത്. ഇത് അത്രയും കംഫർട്ട് ആണ് അല്ലേ. AC, വെന്റിലേഷൻ, ആംബിയന്റ് ലൈറ്റ്, എല്ലാ ഫീച്ചേഴ്സും ഉള്ള സാധനം. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരിക്കലും ഞാൻ നമ്മുടെ ഇന്നോവനെ കുറ്റം പറയല്ല. പക്ഷേ ഇന്നോവ എടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി വേണമെങ്കിൽ കിട്ടും. മൈലേജും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും. നോക്കുമ്പോൾ ഇന്നോവയിൽ കിട്ടുന്നതിന്റെ ഒരു 10 ഇരട്ടി ഫീച്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവും, ഇൻക്ലൂഡിങ് സീറ്റ് വെന്റിലേഷൻ ആണ് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. ഇതിനകത്ത് ഒരു സൺറൂഫിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇത് എത്ര ഓടിയുണ്ട്? ഇത് ഓടിയിൽ 10,000 കിലോമീറ്റർ. 2023 രജിസ്റ്റർ ചെയ്തത് 6 മാസം. എനിക്ക് തോന്നുന്നു 19 ആയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിൽ 10,000 കിലോമീറ്റർ. അതൊക്കെ ജെനുവിൻ ആണല്ലോ അല്ലേ. കമ്പനി വാറണ്ടി ഉള്ള എനിക്ക് തോന്നുന്നു 27 വരെ വാറണ്ടി ഉണ്ട്. പിന്നെ അഡീഷണൽ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഈ 10,000 ഓടിയ ടയറാണ്, സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ. സ്റ്റോക്കാണ് നമ്മുടെ അടുത്ത് വന്നത്. അതെ അല്ലേ. ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ചോദിക്കുന്നത് 19,45 കൊടുക്കാം. ഏകദേശം 24 ലക്ഷം റുപ്യ വില. 24 ലക്ഷം അല്ലേ. കമ്പാരിറ്റീവ് പ്രൈസ് ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു 5 ലക്ഷം റുപ്യയുടെ റേഞ്ചിലേക്ക് ആയിട്ട് ഡിപ്രീസിയേഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, യാതൊരു കുറ്റം പറയാനില്ല. പിന്നെ പ്രൈസ് കമ്പാരിസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഒരു 4-5 ലക്ഷം റുപ്യ എടുത്ത് എന്തായാലും ഡിപ്രീസിയേഷൻ വരും അല്ലേ. പിന്നെ പറഞ്ഞാല് കാരണം പറയുകയാണെങ്കിൽ കിലോമീറ്റർ ഓടിയിട്ടില്ല, അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. പിന്നെ വേറെ നോക്കാം, അതായത് ഒരു 5 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ വേണം. ഇത് പുതിയത് ഒരാൾ എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വന്ന് കാണണം. ഒരിക്കലും ഞാൻ എടുക്കാൻ പറയില്ല, ഒന്ന് വന്ന് കാണുക ഇതിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് 5 ലക്ഷം രൂപേന്റെ ഒക്കെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 5 ലക്ഷം നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ച് ചെറിയൊരു പൈസ അല്ല, വലിയ പൈസ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡിപ്രീസിയേഷനിൽ ഇത് എടുക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ
ഫുൾ ഓൺ ഉണ്ടാവില്ല. പറഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം 70 to 90% വരെ ചെയ്യാം മാക്സിമം. ഒരു 1 ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? അത്ര പ്രൊഫൈലായിരിക്കും. പുതിയ കാറിന് പുതിയ കാർ എങ്ങനെയെങ്കിലും അവര് കയറ്റും. പക്ഷേ യൂസർ കാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പ്രൊഫൈൽ നോക്കും, അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു എലിജിബിലിറ്റി നോക്കും. അതായത് ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് IT ഒക്കെ ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാം. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ഡൗൺ പേയ്മെന്റ് കാണേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ. പുതുപുത്തൻ കിയ കാരൻസ് ആണ്. ഇനി എക്കോസ്പോർട്ട് അന്നത്തെയും ഇന്നത്തെയും രാജാവ് ഇപ്പോ ഒന്നുകൂടി ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒന്നുകൂടി അന്വേഷിക്കുന്ന ഒരു വണ്ടിയായിട്ട്. ഇത് പിന്നെ ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡൽ ടൈറ്റാനിയാണ്. ടൈറ്റാനിയം പ്ലസ് ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പിൽ 77,000 കിലോമീറ്റർ. 77,000 അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെയാണ് വരുന്നത് ശരിക്കും. അതായത് പ്ലസ് എയർ ബാഗ് കാര്യങ്ങളിൽ മാത്രമേ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് വ്യത്യാസം ഉണ്ടാവും. അല്ല ഈ മറ്റേ ഇതിലേക്ക് വരുമ്പോ 6 എയർ ബാഗ് വരും, പകരം ഇതിൽ 2 എയർ ബാഗ് ഉള്ളൂ. പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പ് ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്, അത് എല്ലായിടത്തും കാണാറില്ല. എല്ലാവരും പറയുന്നത് ടൈറ്റാനിയം പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ എന്നാണ് പറയുന്നത്. ശരിക്കും അതല്ല ഫുൾ ഓപ്ഷൻ. ഇത് ശരിക്കും മോഡൽ ഏതാ പറഞ്ഞത്? 2018 അല്ലേ? എത്ര ഓട്ടം? 77 സെക്കൻഡ് ആർസിലാണ് നിലവിൽ വണ്ടിയുള്ളത്. ഡീസൽ ആണ്. അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് 20-ന്റെ അടുത്ത് മൈലേജ് കിട്ടും. പിന്നെ ഫോർഡ് എന്ന ബ്രാൻഡിന്റെ ആ ഒരു ഗുണം, ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു പാണ്ടിലോറിക്ക് ഇടിച്ചാലും ഉള്ളിൽ കിടക്കണമെന്നൊന്നും ആവില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിന്റെ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഇരുമ്പാണ് എന്തായാലും. അതുപോലെ തന്നെ ഡിസൈൻ ആണെങ്കിൽ എല്ലാം കൊണ്ടും ഇപ്പോൾ ഫോർഡിനെ ഞാൻ വെറുതെ എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്, അറിയാത്തവരായിട്ട് ആരും ഇല്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല അല്ലേ? ടയർ വാങ്ങലൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത ടയറുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഓടിക്കാം. ക്ലീൻ ആണ്, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. നമുക്ക് പ്രൈസും കൂടി കേൾക്കട്ടെ. പ്രൈസ് നമുക്ക് 835 കൊടുക്കാം. 835 2018 വണ്ടിയാണ്. കമ്പാരിറ്റീവ്ലി ഇതിന് അപേക്ഷിച്ച് ലോ കിലോമീറ്ററുമാണ്. 8,35,000 നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. 2 ഇയർ വാറണ്ടി, 1 ഇയർ RS. പിന്നെ ഈ ഒരു മാസം എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ? ഈ മാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ മന്ത് എൻഡിലേക്കാണ് വരുന്നത്. ഈ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും ചെറിയൊരു ഗിഫ്റ്റ് ഈ മാസം ലാസ്റ്റ് വരെ. അടുത്ത മാസം നമുക്ക് ബിഗ് ഓഫർ ഉണ്ട്. അതായത് പെരുന്നാളൊക്കെ വരാൻ പോവാണ്. എല്ലാം കൂടി ഒരുമിച്ചാണ്. അപ്പൊ അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടാവും. ഈ മാസം ഒരു 1 വീക്ക്, അതായത് ഈ ഒരു 31 വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും കിട്ടും അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ വണ്ടിയൊക്കെ വന്ന് നോക്കിക്കോളൂ. ഇനിയിപ്പോ അധിക ദിവസം 5 ദിവസം കൂടി ഉള്ളൂ ഈ മാസം. എക്സ്ചേഞ്ച് എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കും. 10,000 മുതൽ 15,000 രൂപ വരെ ഉണ്ടാവും. പിന്നെ വർത്ത് പറഞ്ഞ കമ്പനിന്റെ പോളിഷ് പിന്നെ നോർമലി നമ്മൾ എപ്പോഴും കൊടുക്കുന്നതാണ്. ഒരു റീപ്ലേസ്മെന്റ് ക്ലീൻ വണ്ടി അല്ലേ? 8,35,000 രൂപ വിത്ത് വാറണ്ടി. നെഗോഷ്യബിൾ അല്ലേ? മാക്സിമം. അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ വീഡിയോ കണ്ടു എന്ന് പറയും. ഇതൊക്കെ ഓൾറെഡി എന്താ പറഞ്ഞാൽ ഞാൻ പ്രൈസ് വീഡിയോയിൽ നമ്മൾ ഒന്നുകൂടി നെറ്റ് ആക്കിയിട്ടാണ് പറയുന്നത്. ഇട്ട പ്രൈസ് കുറച്ച് വ്യത്യാസമാണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. ഇനി ഒരു കിയന്റെ സോണറ്റ് ഇപ്പൊ ലൈവ് ഇങ്ങോട്ട് വന്ന് കേട്ടുള്ളൂ. വാശിക്കലേ വണ്ടി പോകാൻ നോക്കാനും അത് പിടിച്ചും കൊടുത്തതാ. കഴുകിയിട്ടില്ല അല്ലേ? കഴുകിയിട്ടില്ല എന്നുള്ളൊരു വിഷയം ഒഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. ഇത് ഏതാ മോഡലൊക്കെ? 2022 HTK പ്ലസ് 1.22, അതായത് ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം. അതായത് AC പവർ ക്യാമറ കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. 4/7/2022 എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. ഇത് ഇറങ്ങുമ്പോ ഒരു 11.5 ആ ലേഞ്ചിലുണ്ട്. ഇപ്പം 12 ലക്ഷം റുപ്യ അടുത്ത് വിലയുണ്ട്. ഓക്കെ. ഇത് കാര്യമായ എന്തെങ്കിലും ആക്സിഡന്റ് വന്നിട്ടുള്ളൂ. അതിലേറെ സ്റ്റെപ്പിനി ടയറിലെ ചെറിയൊരു കീറൽ ഇപ്പൊ നമ്മള് വാല്യുവേഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പം വണ്ടി വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി ചെക്ക് ചെയ്യും. അതിലൊരു ഡാമേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്തു സെറ്റപ്പായി കൊടുക്കൂലേ? വേറൊരു കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? ക്ലീൻ വണ്ടി അല്ലേ? കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ. 24,000 സിംഗിൾ ഓണർ. 24,000 സിംഗിൾ ഓണർ. അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ പെട്രോൾ ആണ്. 1.2 വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് പവറും മൈലേജും കാര്യങ്ങളൊക്കെ മോശമല്ലാണ്ട് കിട്ടും. എടുക്കുന്നതിനെക്കാട്ടും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും രീതിയിൽ. മൈലേജും അത്യാവശ്യം 20 റേഞ്ചിലൊക്കെ ആവറേജ് മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? നമ്മൾ വയ്ക്കുന്നത് 890 ആണ്. 890. അതായത് നിങ്ങളൊരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് 2020 ഒക്കെ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റിനൊക്കെ പോയാലോ? ഏതാ? 9 ലക്ഷം. അല്ല ഞാൻ പറയാം, സെക്കൻഡിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ വണ്ടി എന്തായാലും സ്വിഫ്റ്റ് നല്ലൊരു VXI എടുക്കണേ. പാണ്ട് 6 റുപ്യന്റെ മുകളിലേക്ക് വിലയായി. യൂസർ എടുക്കണേ. കാർ എടുക്കുമ്പോഴേക്ക് ഏകദേശം 8 റുപ്യ 8-10 റേഞ്ചിലേക്ക് വിലയായി അല്ലേ? ആ ഒരു ടൈമിൽ നോക്കുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് വേർത്താണല്ലേ? ഓക്കെ. പിന്നെ ഒന്നുമല്ലെങ്കിൽ ഇത്രയും വലിയ വണ്ടിയല്ലേ, കോമ്പാക്ട് SUV എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും 8,90,000 അല്ലേ? നെഗോഷ്യബിൾ ആണ് ഓഫ് കോഴ്സ്. അത് മാക്സിമം കുറച്ച് തരും നമ്മുടെ ആൾക്കാർക്ക്. അതുപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡായിരിക്കും അല്ലേ? കമ്പനി വാറണ്ടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഒരു വർഷം എങ്ങാനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 22 24 7 മാസം വരെ വാറണ്ടി ഉണ്ടാവും. ഇനി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടോ? 7.5 സുഖമായിട്ട് ലോൺ കയറില്ലേ? ഇനി XUV ആണെങ്കിലോ? XUV വരുന്ന 2017 മോഡൽ W6 W6. അതായത് ഫുള്ളിന്റെ അല്ല, ഒരു മിഡിൽ ഓപ്ഷൻ അല്ലേ? നമുക്ക് ഏകദേശം മുക്കാലിനൊക്കെ പറയാം. അതായത് 1 മുതൽ 8 വരെയുള്ള വേരിയന്റ് വരുന്നത്. അതിൽ 6ലേക്ക് വരുന്നു, 8ലേക്ക് ഫുൾ ഓപ്ഷൻ വരുന്നുള്ളൂ. 8ലേക്ക് അല്ലേ? ഇത് ശരിക്കും മോഡൽ ഏതാ പറഞ്ഞത്?
ഇത് 2017 മോഡൽ. 17 എനിക്ക് തോന്നുന്നു W8 വരെ വന്നിട്ടുള്ളൂ തോന്നുന്നു. W8 വരെയാണ് വരുന്നത്. അപ്പോൾ W6 എന്ന് പറയുമ്പോൾ ഫുള്ളിന്റെ നേരെ താഴെ ചെറിയ ചെറിയ ഫീച്ചേഴ്സുകൾ, അലോയ് വീൽസ്, അങ്ങനെ കുറച്ച് മാറ്റങ്ങളെ വരുന്നുള്ളൂ. അത്യാവശ്യം വണ്ടി നല്ല ക്ലീൻ ആണ് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഡീസലാണ്, മാനുവൽ ആണല്ലേ? എത്ര ഓടിയുണ്ട്? സിംഗിൾ ഓണറിൽ 84,000 കിലോമീറ്റർ. 84. അതൊക്കെ ഹിസ്റ്ററി ഒക്കെ കൊടുക്കാമല്ലോ നമുക്ക്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെയിന്റിംഗ് അവിടെ ഫ്രണ്ട് നമ്പർ ചെയ്തിട്ടുണ്ട്, ഒരു ഡോർ ചെയ്തിട്ടുണ്ട്. ടച്ചപ്പിന്റെ കാര്യം ഒന്നും പറയണ്ട അല്ലേ? കാരണം ടച്ചപ്പ് ഒക്കെ ഇല്ലാത്തൊരു വണ്ടി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല. കാറിലാകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എന്തായാലും കാണും, ആൾ ഉപയോഗിച്ച വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് അതിൻ്റെതായ ചെറിയ ചെറിയ പരിക്കുകൾ മേജറുള്ള നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ മേജർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഈ മെയിൻ ഗ്ലാസോ ബോണറ്റ് ഒന്നും മേജർ അല്ല ശരിക്കും, പക്ഷെ മേജർ നമുക്ക് വേണേൽ പറയാം. വണ്ടിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വണ്ടി ആകുന്നതിന് മുന്നുള്ള ചേസ് ആ ഒരു ഫ്രെയിമിലേക്ക് നോക്കിയാൽ ബാക്കിയൊക്കെ അതിന്റെ മുകളിൽ ഫിറ്റിംഗ് ആണ്. അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ ബേസിക്കലി പറഞ്ഞാൽ സ്ട്രക്ചറൽ ഡാമേജ് ഇല്ലാത്ത വണ്ടികളായിരിക്കണം. അത് മാത്രമാണ് ഏറ്റവും പ്രശ്നമുള്ളത്. സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തന്നെ സ്ട്രക്ചറൽ ഡാമേജ്, ഫ്ലഡ് എഫക്റ്റഡ് വണ്ടി നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ വണ്ടി അവർക്ക് 7 ദിവസം കൊണ്ട് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ പോളിസി ഉണ്ടല്ലേ? 7 ദിവസം കൊണ്ട്, 7 ദിവസം അല്ലെങ്കിൽ 250 കിലോമീറ്റർ അതിനുള്ളിലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് 3 കാര്യങ്ങളാണ്: സ്ട്രക്ചറൽ ഡാമേജ്, ഫ്ലഡ് എഫക്റ്റഡ് വണ്ടി, കിലോമീറ്റർ റൊട്ടേഷൻ. നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും വിപരീതമായിട്ട് കിലോമീറ്റർ ഉണ്ട്, ഈ കാര്യങ്ങളുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ട്. ഇതൊന്നും ഇല്ല, നിങ്ങൾ എഗ്രിമെന്റ് എഴുതി കൊടുക്കൂലേ? അത് നമ്മൾ അണ്ടർ സാറ്റിസ്ഫൈഡ് ആണ്, 100% അത് പ്രൂവ് ചെയ്തതിനെ കൊണ്ടാണ് നമ്മൾ അത്രയും കോൺഫിഡന്റ്. വണ്ടി ലോണൊക്കെ പാസ്സാക്കി തിരിച്ചെടുക്കാൻ അതിനെ കുറച്ച് റിസ്ക് ഉണ്ടാകും. തലവേദന പിടിച്ച പണിയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ വിലയും കൂടി കേട്ടെ. ഇത് നമുക്ക് ചോദിക്കുന്നത് 9,40,000 രൂപ. 2017 ന്യൂ ഷേപ്പ് വണ്ടിയും കൂടിയാണ് കേട്ടോ. 9,40,000 നെഗോഷ്യബിൾ അല്ലേ? നമ്മൾ നോക്കിയിട്ട് ഒരു 8-8.5 എന്തായാലും ലോൺ കയറില്ലേ? മഹീന്ദ്രയ്ക്ക് അതിനെ കൊണ്ട് പറഞ്ഞാൽ ഫണ്ടിങ് ചെയ്യുന്ന ബാങ്കുകൾ വളരെ കുറവാണ്. ഏകദേശം നമുക്ക് 8.5 ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. പ്രൊഫൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വണ്ടി എടുക്കുമ്പോൾ. ഇനി പോളോ ഏതാ മോഡൽ? പോളോ 2015 കംഫർട്ട് ലൈൻ. 15 കംഫർട്ട് ലൈൻ. കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മിഡിൽ ഓപ്ഷൻ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, നോർമൽ സ്റ്റീരിയോ, നമ്മളൊരു VXi എന്നൊക്കെ പറയുന്ന ഇത് 1.2 തന്നെയല്ലേ വരുന്നത്? 1.2 ലിറ്ററിലേക്ക് വണ്ടി വന്നു. അതെ, 1.2 പെട്രോൾ എഞ്ചിൻ ആണ് കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള ഒരു വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 39,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ കേട്ടോ. 39 ഓടിയുള്ളൂ അല്ലേ? 39 സെക്കൻഡ് ഓണർഷിപ്പ്. അടിപൊളി. അതുപോലെ തന്നെ മെയിൻ ഗ്ലാസോ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ? ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിലെ നമ്മള് വണ്ടി ജസ്റ്റ് വന്ന ദിവസം തന്നെ കസ്റ്റമർ ബുക്ക് ചെയ്ത് ആൾക്ക് സിവിൽ ഇഷ്യൂസ് കാരണം ലോൺ പാസ്സാവില്ല. വണ്ടി ഡെലിവറിക്ക് വേണ്ടി വാഷ് ആൻഡ് ക്ലീനിങ് എല്ലാ പണിയും ചെയ്ത് വെച്ചാൽ ഇന്നലെ എങ്ങോട്ട് ആള് ഒരു കണക്കിനും പാസ്സാകുന്നില്ല. അത് പ്രൂഫ് വേറെ തരാനുള്ള ഒരു ഇതില്ല. അങ്ങനെ നമ്മൾ റിലീസ് അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിൽ വണ്ടി നിങ്ങൾക്ക് ആർക്ക് വേണേലും കിട്ടും. നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്തോളൂ ലോൺ കയറുമോ എന്നുള്ളത്. പിന്നെ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ഹിസ്റ്ററി ഒക്കെ കിട്ടും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 520 ആണ് നമ്മൾ ആസ്കിങ്. 17 അല്ലേ പറഞ്ഞേ? 15 കൺഫേർട്ട്. ഇപ്പൊ എന്താ പറഞ്ഞാൽ പോളോയ്ക്ക് ഒന്നും ഡിമാൻഡ് കൂടി വന്നിട്ടുള്ളൂ. വണ്ടി കിട്ടാല്ല, എല്ലാ സാധനങ്ങളാണല്ലോ ഓടി നിർത്തി ഡിമാൻഡായി ആ ഒരു ടൈപ്പിലേക്ക് വന്നു. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയത് കമ്പനിയിൽ നിന്ന് കിട്ടില്ല. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വണ്ടിയും കൂടിയാണ്. കളറും കാര്യങ്ങളൊക്കെ നല്ലൊരു വെറൈറ്റി കളറാണ്. ഈ 520 നമുക്ക് 1 ഇയർ വാറന്റി അല്ലേ ഉണ്ടാവുള്ളൂ? 1 ഇയർ വാറന്റി. 1 ഇയർ RSI ഉണ്ടാവും കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ 5,20,000 രൂപ നെഗോഷ്യബിൾ ആണോ. നിങ്ങൾക്ക് മാക്സിമം ഇവിടെ വരിക. കാറും ബൈക്കിൽ നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാൽ ഇത് ഭയങ്കര വരിക എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, കമന്റ് ഇടാറുണ്ട്. അപ്പോൾ ആ കമന്റ് ഇടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടെ വരിക, വണ്ടി ഒന്ന് കാണുക. ആ വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം നിങ്ങൾ വർത്താനം പറയാം. മോശം ക്വാളിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ഇട്ടോ. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെയും കൂടി എന്താ തെറ്റിദ്ധരിപ്പിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അതെ, പിന്നെ എന്തൊക്കെയാ പറയാ, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഷോറൂമുകാരുമായിട്ട് പ്രശ്നമുള്ളവരൊക്കെ അതിൻ്റെ അത് കമന്റ് ഇടും. അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജെനുവിൻ ആയിട്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തെറ്റിദ്ധരിക്കപ്പെടും. ആളുകൾ കൂടുതൽ ഫസ്റ്റ് എന്തായാലും നമ്മളായാലും തന്നെ ഫസ്റ്റ് കമന്റ് ബോക്സ് ആയി നോക്കുക. തന്നെ ഫുള്ള് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ നോക്കില്ല. പക്ഷേ ഈ ഒരു കമന്റ് ബോക്സിന്റെ സത്യാവസ്ഥ പറഞ്ഞാൽ ഇതാണ് സംഭവം. നിങ്ങൾ എന്തായാലും വണ്ടി വന്ന് കണ്ടിട്ട് വണ്ടിന്റെ കോലം നോക്കിയിട്ട് ബാക്കിയുള്ള തീരുമാനിച്ചോട്ടോ. നല്ല അടിപൊളി ഒരു ടാറ്റന്റെ ഇലക്ട്രിക് വണ്ടി കാണിച്ചു തരാം. നെക്സോൺ EV ആണ് കേട്ടോ. അതായത് ഇനി അങ്ങോട്ടൊരു ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു അല്ലേ? ടൈം എടുക്കണ്ടോ, നല്ലായി വരണ്ടോ. ഓൾമോസ്റ്റ് എല്ലാത്തിലും ആയില്ലേ, ബൈക്കായി, കാറായി. കാറിൽ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി 1-2 കൊല്ലം കൊണ്ട് മാറി വരും, വിലയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ, ഇത് ശരിക്കും നെക്സോൺ EV ഏതാ മോഡൽ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. 2021 XZ പ്ലസ് പ്രൈം ആണ് കേട്ടോ വരുന്നത്. മാക്സിമം കമ്പാരിറ്റീവ് നോക്കുമ്പോൾ പ്രൈം ഒരു 300-330 കമ്പനി പറയുന്നുണ്ട്. പക്ഷേ അത്ര കിട്ടൂലെങ്കിൽ 250-250 നമ്മുടെ ഫീഡ്ബാക്ക് ഡ്രൈവിംഗ് വെച്ചിട്ട് 250-250 റേഞ്ചിൽ ആവറേജ്. 2/11/2021 ആണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ. ഇത് എത്ര ഓടിയുണ്ട്? ഇത് ഓടിയത് 39,000 കിലോമീറ്റർ ആണ്. 60,000 കിലോമീറ്റർ വരെ അണ്ടർ വാറന്റി ഉള്ള വണ്ടി. എത്ര? 60,000 അണ്ടർ വാറന്റി ഉണ്ടല്ലേ?
പിന്നെ 8 വർഷത്തേക്ക് ബാറ്ററിക്കും ബാറ്ററി മോട്ടറും എല്ലാം വാറണ്ടി കമ്പനി തന്നെ കൊടുക്കും. അതെ അതെ, നമ്മളെ 2 ഇയർ വാറണ്ടി നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കും. അതും മറ്റേ ഇതിന്റെ ബാറ്ററിക്ക് കാര്യങ്ങളൊക്കെ വാറണ്ടി ഉണ്ട്, സെപ്പറേറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, അതിന്റെ അകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഓൾമോസ്റ്റ് 2 വർഷം ആയിട്ടുള്ളൂ വണ്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും ഒരു 6 വർഷത്തെ വാറണ്ടി ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി എത്ര കിലോമീറ്റർ ഓടിച്ചാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിന്റെ അകത്ത് ബെനിഫിറ്റ് ഉറപ്പാണ് കേട്ടോ. പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, നല്ല ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ, സർവീസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. അതെ അതെ, അല്ല ഇതൊക്കെ പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടാവും അല്ലേ? കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ പോവാ അല്ലേ? ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 30 സംതിങ് ഓടി ടയറാണ് അല്ലേ, മാറിയിട്ടില്ല. ഇത് എന്താ പ്രൈസ് വരുന്നത്? 13,20,000 കൊടുക്കുമ്പോൾ 13,20,000 രൂപ. ഇറങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് 19 ലക്ഷം രൂപ അടുത്ത് വില ഉണ്ടായിരുന്നു അല്ലേ? അതായത് ഈ സെഗ്മെന്റിൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ. പിന്നെ ആ ഒരു പീകോക്ക് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറും കൂടിയാണ്. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ, 13,20,000 രൂപ അല്ലേ? നെഗോഷ്യബിൾ അല്ലേ ബ്രോ? ചെറിയ രീതിയിൽ മാറ്റം വരുത്താം അല്ലേ? ഓക്കെ, ഇതെന്തായാലും നോക്കിക്കോളൂ, നല്ല അടിപൊളി ഒരു ടാറ്റാന്റെ വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോ? ഇത് അൾട്രോസ് ഗോൾഡൻ കളർ തന്നെ പറയാൻ പറ്റും. ഗോൾഡൻ അല്ല, എന്നാലും അങ്ങനെ വേണേ പറയാം. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, 2021 എക്സെറ്റ് പ്ലസ്. ഓട്ടോമാറ്റിക് അല്ലല്ലോ? അല്ല, മാനുവൽ. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അലോയ് വീൽസ്, പുഷ് ബട്ടൺ. 17/3/2021 ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് പുതിയതിന് 11 ലക്ഷം രൂപ ചോടയായിട്ട് വില ഉണ്ട്, 86 ഓൺ റോഡ് വില ഉണ്ട്. പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ഡോറൊക്കെ ശരിക്കും 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. അതെ അതെ, ഭയങ്കര വൈഡ് ആയിട്ട് തുറക്കാം കേട്ടോ. പിന്നെ എത്ര ഓടിയുണ്ട് ഇത്? ഓട്ടം വരുന്നത് 24,000 കിലോമീറ്റർ. 24,000, വളരെ ലോ കിലോമീറ്റർ അല്ലേ? അതായത് 1.2 പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടി തന്നെയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ 20 സംതിങ് ഓടി ടയറും കിടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഓടിയാൽ നിങ്ങൾ 10,000 കിലോമീറ്റർ വരെ മാക്സിമം ഓടാൻ പറ്റും. അതെ അതെ അതെ, നല്ല നീറ്റ് ഇന്റീരിയർ ആണ്, ഒരു ബ്ലാക്ക് കളർ ഇന്റീരിയർ ആണ്, നല്ല പ്രീമിയം നല്ല വൃത്തിയുണ്ട്. കാര്യങ്ങളെല്ലാം വരുന്ന കമ്പനി. അതെ അതെ അതെ, പിന്നെ വേറെ അപാകതയായിട്ടൊന്നും പറയാനില്ലല്ലോ. സേഫ്റ്റിന്റെ കാര്യം തന്നെ 5 സ്റ്റാർ റേറ്റിംഗ്, ഓവർ റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. പുതിയതിന് 10,86 ഓൺ റോഡ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,65,000. അത് നെഗോഷ്യബിൾ അല്ലേ? ചെറിയ രീതിയിൽ 2 ഇയർ വാറണ്ടി അല്ലേ? എനിക്ക് തോന്നുന്നു 21 വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ 24 വരെയൊക്കെ വാറണ്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ 2 കൊല്ലം അഡീഷണൽ എടുത്തിട്ടുണ്ടെങ്കിൽ 25 വരെയൊക്കെ വാറണ്ടി ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ അതൊന്നും ചെക്ക് ചെയ്തോട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ 2 വർഷത്തെ വാറണ്ടി ഇവർ എന്തായാലും തരും. അതുപോലെ തന്നെ 1 ഇയർ RSA തരും. ഇന്ത്യയിൽ എവിടെ പോയിട്ട് നിങ്ങൾക്ക് പെട്ടാലും നിങ്ങൾക്ക് ഇവരുടെ RSA ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പക്ക സംഭവങ്ങളൊക്കെ നീറ്റാണ്. ഇതൊക്കെ ഇന്ത്യയിലൊക്കെ എവിടെ പോയാലും കിട്ടുമെന്നൊക്കെ ആൾക്കാർ ചോദിക്കും അല്ലേ? മഹീന്ദ്രയെ കൊണ്ട് എവിടെയെങ്കിലും കിട്ടും അല്ലേ? നമ്മളെ കേരളത്തിനെക്കാട്ടും കൂടുതൽ ഔട്ട്സൈഡാണ്. പിന്നെ 7,65,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ ഓൾമോസ്റ്റ് ഒരു 6.25-7 വരെ ലോണും കിട്ടും. അപ്പോൾ നോക്കിക്കോട്ടെ അല്ലേ? ക്ലീൻ വണ്ടി, ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടിയാണ്, ഒന്ന് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു ഹോണ്ടയുടെ വണ്ടി കാണിച്ചു കൊടുത്താലോ? WRV ആണല്ലേ? 2021 മോഡല് വേരിയന്റാണ്. വി ആണ് വേരിയന്റ്. വി അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെ അല്ല, വി അല്ല, SM ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. പവർ ബാറിന്റെ AC പവർ സ്റ്റിയറിംഗ്, പിന്നെ സീറ്റുകാർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ കമ്പനി വന്ന കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഓട്ടം എത്ര ഇത്? ഓട്ടം 78,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, ഒറ്റ ആൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് 78,000 കിലോമീറ്റർ ഒരാൾ ഓടിച്ച വണ്ടിയാണ്. പക്ഷേ 21 അപേക്ഷിച്ച് 78,000 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഒരു 3-4 കൊല്ലം കൊണ്ട് അത്യാവശ്യം ഓട്ടുണ്ട്. പക്ഷെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതെ അല്ലേ? 2 ഇയർ വാറണ്ടി. 21 മോഡൽ, 17 മോഡലാണ്. 17 SMT ആണ്. നിങ്ങൾ 17 പറഞ്ഞത്? ഓ സോറി, ഞാൻ ആദ്യം കേട്ടത് 21. അതുകൊണ്ടാണ് 78,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. അത്ര വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല, അത് നോർമൽ ഓട്ടമാണ്. ഞാൻ 21 വിചാരിച്ചിട്ടാണ് അത്രയും പറഞ്ഞത്. 17 മോഡലാണ് വണ്ടി. ഓക്കെ, അപ്പോൾ 2017 ആണ് 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. പ്രോപ്പർ ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? സർവീസ് അല്ലേ? ഹോണ്ട എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ സർവീസ് കറക്റ്റ് ആണെങ്കിൽ ബാക്കിയൊന്നും നോക്കാനില്ല. അതെ. പിന്നെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടയാണ്. കാര്യമായ കംപ്ലൈന്റ് ഒന്നും വരാത്ത വണ്ടി. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്തായാലും 10 ലക്ഷം രൂപയുടെ മുകളിൽ വില ഉണ്ട്. നമ്മളിപ്പോ ആസ്കിംഗ് വരുന്നത് 6.30 കൊടുക്കട്ടെ. 6.30 അല്ലേ? ഓക്കെ, 17 വണ്ടി 6,30,000 രൂപ. അത്യാവശ്യം എന്താ പറയാ, വലിയൊരു വണ്ടിയാണ്, ചെറിയ വണ്ടിയല്ല. അത്യാവശ്യം ഒരു കോമ്പാക്ട് SUV എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ല സ്പേസ് ആയിരിക്കും, കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും. കുറെ ഉണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ഇതിന്റെ എഞ്ചിന്റെ ആ ഒരു കംഫർട്ടാണ്. ഒരു സൗണ്ടും ഇല്ല, വളരെ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരു മടുപ്പില്ലാണ്ട് പോകും, അതാണ് ഗുണം. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 15 മൈലേജ് പ്രതീക്ഷ. ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ മാക്സിമം പോയാൽ 16 അത്ര 6.30 കൊടുക്കാം. 6.30 അല്ലേ? നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? പ്രൈസിന്റെ കാര്യം ഇവിടെ വന്നിട്ട് സംസാരിച്ചോളൂ. വണ്ടി ചെയ്തു കൊടുക്കുക അല്ലേ? പിന്നെ ഇവിടെ വരുന്ന ഒരു കസ്റ്റമറേയും ഇവർ ചെറിയ എന്താ ബാർഗൈനിങ്ങിന്റെ പേരിലൊന്നും നിങ്ങളെ പറഞ്ഞു വിടില്ല, മാക്സിമം കുറച്ച് തന്നെ തരും കേട്ടോ. അതുപോലെ തന്നെ 17 ആയതുകൊണ്ട് 2 ഇയർ വാറണ്ടി കിട്ടുമോ? 17 നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ, 2 ഇയർ വാറണ്ടി 1 ഇയർ RSA കിട്ടും. എന്തായാലും ഒന്ന് നോക്കിക്കോളൂ, ക്ലീൻ വണ്ടിയാണ്. ശരിക്കും വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇത് എടുക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ശരിക്കും. അതായത് പോളോയിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികൾ അമിയോ ആണ്. അതായത് പോളോ തന്നെ ശരിക്കും ഒരു ഡിക്കി വരുന്നുണ്ടെന്നേ ഉള്ളൂ.
അതായത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അതായത് പവർ, പെർഫോമൻസ്, മൈലേജ്, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി. വേറെ വ്യത്യാസം DSG ഗിയർ ബോക്സ് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. അതെ അതെ, ആ ഒരു ഗിയർ ബോക്സ് ഓടിച്ച ആളുകൾക്ക് അതിന്റെ കംഫർട്ട് എന്താണെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയാൻ പറ്റും. അതെ അതെ അതെ, അതായത് അത്രയ്ക്കും കംഫർട്ടായിട്ട് അത്രയ്ക്കും പവറോട് കൂടി ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ശരിക്കും ഈ DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടി. അതും ഡീസലും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി പവർ കൂടും. ഹൈലൈൻ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്ന് ഇറങ്ങിയാൽ 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഇത് ഓട്ടോ എത്രയാ? കിലോമീറ്റർ 1 lakh ആണ് ഓടിയത്. 1 lakh ഓടി. ഇതില് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ മെയിൻ ആയിട്ട് ഡിഫാൾട്ട് അല്ല, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് 2021 മാറിയിട്ടുണ്ട്. 85,000 കിലോമീറ്റർ ഓടി. എത്ര? 85,000 കിലോമീറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഷോറൂം ഹിസ്റ്ററിയിലുള്ളതാണ്. കറക്റ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, അതൊക്കെ എന്തായാലും ഷോറൂമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അത്യാവശ്യം വൃത്തിക്ക് വണ്ടി നോക്കിയിടാണ്. അത് വണ്ടിന്റെ കോലം കണ്ടാൽ തന്നെ 1 ലക്ഷം ഓടിയെന്നൊന്നും ഇത് കണ്ടാൽ ആരും പറയില്ല, അത്ര നീറ്റാണ്. പിന്നെ നമ്മളെ നോർമൽ പെട്രോളിനേക്കാൾ അപേക്ഷിച്ച് കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഷോറൂം വൈസ് ചെയ്യുകയാണെങ്കിൽ മാറ്റാനുള്ള പാർട്സുകളൊക്കെ പോലും മാക്സിമം മാറ്റിക്കും. അത് പുതിയ വീടുള്ള റീപ്ലേസ്മെന്റ് ഓപ്ഷൻ മാത്രമാണുള്ള റിപ്പയർ അല്ല. അതിൽ വേറൊരു കാര്യം, ഷോറൂമുകളൊക്കെ വാറണ്ടി പീരീഡിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റണം എന്ന് നിർബന്ധമുള്ള സാധനങ്ങൾ മാത്രമേ വാറണ്ടി പീരീഡിൽ മാറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് പെയ്ഡ് സർവീസ് വരുമ്പോഴാണ് കൂടുതലും മാറ്റി. ഒട്ടുമിക്ക സർവീസ് സെന്ററുകളും ന്യൂ കാർ സെയിൽ വളരെ കുറവായിരുന്നു. സർവീസ് സെന്ററിനെ ബേസ് ചെയ്തിട്ടാണ് മാക്സിമം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ സർവീസ് സെന്ററിൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിയെങ്കിലും 2 വർഷത്തെ ഒരു വർഷത്തെ വാറണ്ടി ഇവർ തരും. എഞ്ചിനും ഗിയർ ബോക്സിനും എന്ത് പറ്റിയാലും ഇവർ നോക്കിക്കോളൂ കേട്ടോ, 1 വർഷത്തിനുള്ളിൽ. അതായത് പ്രോപ്പർ സർവീസ് പ്രോപ്പർ സർവീസ് ചെയ്യാണ്ട് ഓയിൽ നോക്കിയാണ്ട് കംപ്ലൈന്റ് ആയി ഇങ്ങോട്ട് വരണ്ട. കറക്റ്റ് സർവീസ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം, അത് ഇവർ പരിഹരിച്ച് തരും കേട്ടോ. 18 മോഡല് അമിയോ ഡീസൽ ഓട്ടോമാറ്റിക് 25 കൊടുക്കാം. 5.25 കൊടുക്കാം. അതായത് ഈ നെറ്റ് റേറ്റ് ആക്കിയിട്ടാണ് പറഞ്ഞത്. 5.25 നെറ്റ് റേറ്റ് ആക്കിയിട്ടാണ് പറഞ്ഞത്. 49 നമ്മൾ പ്രൈസ് ഇട്ടാണ്. നെറ്റ് റേറ്റ് ആയിട്ട് 5.25 ഉള്ളൂ. അതെ അല്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിക്കണ്ട, അതായത് ഒരു മാരുതിയുടെ വണ്ടിക്ക് വരെ ഈ ഒരു പ്രൈസ് വരുന്ന സമയത്താണ് കാര്യങ്ങൾ എയർ ബാഗ്, അലോ വീൽസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. 1 year വാറണ്ടി ഉണ്ടാവും. പിന്നെ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ക്ലീൻ വണ്ടി നിലവിൽ ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഗിയർ ബോക്സ്. അതെ അതെ അതെ, ആ നമ്മളല്ലോ ഗിയർ ബോക്സിന്റെ കാര്യം ഞാൻ എഴുതി. എനിക്ക് എന്താ അറിയോ, എനിക്ക് ഈ ഒരു വണ്ടി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഓടിക്കാൻ, അത്രയും കംഫർട്ടുള്ള വണ്ടി. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആരെങ്കിലും നോക്കിക്കോളൂ, 5,25,000 രൂപ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഒരു 4-4.5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും. ഏകദേശം നിങ്ങളൊരു 70,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം, നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സമയം കുറച്ച് ബഡ്ജറ്റുള്ള വണ്ടികളാണ് കൂടുതലും കാണിച്ചു തന്നത്. അതിൻ്റെ ഇടയിൽ ഒരു വളരെ വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടി അല്ലേ? നമുക്ക് ഏകദേശം ഒരു 90% ലോൺ എടുക്കാൻ പറ്റുന്ന വണ്ടി. ഇത് ശരിക്കും നമ്മുടെ ഡാറ്റ്സന്റെ ഗോ ആണ്. ഗോ പറഞ്ഞാൽ 1.2 ആയിരിക്കും എഞ്ചിൻ സിസി. സ്വിഫ്റ്റിന്റെ ഒക്കെ ആ ഒരു സെയിം സിസി കാര്യങ്ങളൊക്കെ വരും. അഡീഷണൽ ആയിട്ട് അലോവി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2015 മോഡൽ 66,000 കിലോമീറ്റർ ഓടിച്ചോളൂ. 15 മോഡൽ 66,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ തന്നെയാണ്. അലോവിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അപ്പോളോ 2 പുതുപുത്തൻ ടയറും കിടക്കുന്നുണ്ട്. ഇന്റീരിയർ കമ്പനി സീറ്റാണ്, മാറിയിട്ടില്ല. ഇതിൽ പവർ വിൻഡോസ് ഒക്കെ വരില്ലേ ബ്രോ? വിൻഡോസ് ഉണ്ടാവും. 2 door പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും 6 സീറ്റർ ആണോ ഇത്? അല്ലല്ല, 5 സീറ്റർ തന്നെ അല്ലേ? ഓക്കെ, എന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ബോണ്ട് റീപ്ലേസ്മെന്റ് ബോണറ്റ് അല്ലേ? റീപ്ലേസ് പറഞ്ഞൂടാ, വർക്ക് എടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഫുള്ളായിട്ട് മാറിയിട്ടില്ല, മിഡിൽ ആയിട്ട്. ഇതിന്റെ ഒന്ന് ഹിസ്റ്ററി കിട്ടും നമുക്കിപ്പോ? ടാറ്റ്സന്റെ നമുക്ക് നിസാനായിട്ട് ടൈപ്പ് ഉള്ളതാണ്. അല്ലെങ്കിൽ അവര് ഒരു ഇതെങ്കിൽ ഒന്ന് ഒരു ഫ്രീ സർവീസ് കഴിയുന്നവരേക്ക് മാക്സിമം ചെയ്തിട്ടുണ്ടാവും. ഔട്ട് സൈഡ് ആയിരിക്കും ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാം. 1 year വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? 1 year വാറണ്ടി കൊടുക്കാം. 15 വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും 1 വർഷത്തെ വാറണ്ടി കിട്ടും. ആ സംഭവങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ കേട്ടോ. പിന്നെ വേറെ അപാകതകളായിട്ടൊന്നും ഇല്ല. ഈ പറഞ്ഞ ഒരു ബോണ്ടിന് ചെറിയ വർക്ക് എടുത്തിട്ട് 2.10 കൊടുക്കാം. 2,10,000 രൂപ. അതായത് എഞ്ചിൻ സിസി വണ്ടി 2.10 എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ ഒരു സ്വിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഡാറ്റ്സൺ ആയതുകൊണ്ട് മാത്രം വില ഇടിഞ്ഞു പോയൊരു വണ്ടിയാണ്. ചെറിയൊരു മാർക്കറ്റ് പോയി. ഇത് മാരുതി ഇറക്കിയ റെഡിയോനെക്കാട്ടും ഒന്നുകൂടി കമ്പാരിറ്റീവ്ലി മുന്നിൽ നിൽക്കുന്നതാണ്. അത് മാത്രമല്ല മാരുതി ഇറക്കിയൊരു വണ്ടിയാണ്. ഇതിന് ഇപ്പോഴും ഒരു 4 ലക്ഷം രൂപ വില ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ക്വാളിറ്റി ഉള്ള വണ്ടി 2,10,000 അല്ലേ? ഫുൾ ലോൺ തന്നെ കയറണ്ടല്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം, നമുക്ക് നോക്കി ട്രൈ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊന്നും നോക്കിക്കോളൂ കേട്ടോ, നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ ഇനി ടിയാഗോ ഏതാ മോഡൽ? ഇപ്പം 5 star റേറ്റിംഗിൽ വന്ന് ഈ ഒരു പഴയ മോഡലിൽ 4 star റേറ്റിംഗ് ആണ്. അതെ അതെ അതെ. 2018 എക്സെറ്റ് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ തന്നെ വരുന്നത്. തൊട്ട് താഴെ അല്ലേ? അതായത് അലോവീൽസ് ഉണ്ടാവില്ല, സീറ്റ് കവർ ഉണ്ടാവില്ല, പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതായത് ഇതിൽ 4 ടയറും കുറവാണ് കേട്ടോ. 4 ടയർ ഏകദേശം തീർന്നു പറയാം. എനിക്ക് ടയർ മാറ്റി സെക്കൻഡ് ടയർ ആയിരിക്കും മിക്കവാറും. 50,000 കിലോമീറ്ററിന്റെ ആ റേഞ്ചിലേക്ക് വണ്ടി ഓടിയിട്ടുണ്ട്. അല്ല, 50,000 ഓടിയിട്ടില്ലെങ്കിൽ ആ ഫസ്റ്റ് ടയർ മാക്സിമം ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പറയാം, നോക്കാം, എന്താ അറിയില്ല. സിംഗിൾ ഓണർഷിപ്പിൽ വേണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി, കാര്യമായ പ്രശ്നമില്ല. ഈ എക്സെറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ് ഇപ്പം ലൈവിൽ ഇറങ്ങുന്നില്ല. എക്സെറ്റ് പ്ലസ് മാത്രമേ ഇറങ്ങുന്ന സമയത്ത് 2018 ഏകദേശം 7.5 ലക്ഷം റുപ്യന്റെ മുകളിൽ വില ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആസ്കിങ് 4.65.
18 മോഡൽ അല്ലേ? 18 മോഡൽ എക്സെഡ് 2 ഇയർ വാറണ്ടി അല്ല 1 ഇയർ വാറണ്ടി 1 ഇയർ റോഡ് സൈഡ് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടയർ മാത്രം നിങ്ങളൊന്ന് നോക്കണം. 4,65,000 അല്ലേ? കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് അതായത് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, മൈലേജ് ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ നമ്മുടെ സേഫ്റ്റിയും കൂടി കമ്പാരിറ്റീവ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വണ്ടിയാണ് അല്ലേ? ഒരു 14-15 റേഞ്ച് മൈലേജ് ആവറേജും നിലവിൽ ഇതിൽ ഒന്നും മാറിയിട്ടില്ലല്ലോ, ഗ്ലാസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ? ഓക്കെ, എന്നാലും ക്ലീൻ വണ്ടിയാണ്, നല്ല വൃത്തിയുണ്ട്. 4,65,000 രൂപ നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് 4 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഉറപ്പായിട്ടും 65 പറയരുത്, 65,000 രൂപയുടെ ഉള്ളിൽ, അതായത് ഒരു 50,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ വെച്ച് വന്നാലും നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പോളിഷ് കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് കൊടുക്കും. അടിപൊളി. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ, ക്ലീൻ വണ്ടിയാണ്. ഇനി അതേപോലെ തന്നെ ഒരു ഇയോണും കൂടി കാണിച്ചു. ഇയോൺ ഏതാ മോഡൽ? ഇയോൺ 18 മാഗ്നയാണ് വരുന്നത്. 18 മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. എല്ലാം വരും. 60,000 കിലോമീറ്റർ മാഗ്ന അല്ല, സോറി എറാ പ്ലസ് ആണ്. എറാ പ്ലസ് അല്ലേ? എന്നാലും 2 ഡോർ വിൻഡോ ഉണ്ട് കേട്ടോ. 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഈ 18 അല്ലേ മോഡൽ പറഞ്ഞത്? ഇതില് മെയിൻ ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഇപ്പൊ മാറ്റാണ് നിൽക്കുന്നത്, ആരെയും കാണിച്ചിട്ട് മാറ്റി കൊടുക്കും. ശരിക്കും എന്താ എന്തോ വീണ് തന്നെ നമുക്ക് പറയാം. വീണതല്ല ശരിക്കും, ഇത് കട്ടറിലൊക്കെ ചാടുമ്പോഴാണ് ഇങ്ങനെ ഒറ്റ ലൈൻ ഇങ്ങനെ പൊട്ടുന്നത്. വീണാലും ചെറിയൊരു ഡോട്ട് ഉണ്ട്. അതെ അതെ, ഇത് ഒരു ഡോട്ട് പോലും ഇല്ല, ഒരൊറ്റ ക്രാക്ക് വന്നാണ് കേട്ടോ. അപ്പൊ എന്തോ കട്ടറിൽ ചാടിയ സംഭവമാണ് എന്തായാലും. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഫ്രണ്ടും ബാക്കും ഒരു 90% തന്നെ പറയാം. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യമായ ഒരു പ്രശ്നമില്ല. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വില കുറച്ചെടുക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഗ്ലാസ് ഒക്കെ മാറിയിട്ട് വേണമെങ്കിൽ 295 കൊടുക്കാം. 295. നമ്മൾ എത്ര മോഡൽ പറഞ്ഞത്? 2018 മോഡൽ. 18 അല്ലേ? നിർത്തുന്ന ആ ഒരു ടൈമിലേക്കുള്ള വണ്ടിയാണ്. അതായത് ഇത് ശരിക്കും എത്ര ഓടിയെന്ന് പറഞ്ഞില്ല? 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 2018 ഇനി ഇത് മാറ്റിയാൽ റീപ്ലേസ്മെന്റ് ആവും. ഒന്നുമില്ല. അപ്പോൾ ഈ ഗ്ലാസ് കണ്ടോ, ഇവിടെ ചെറിയൊരു ക്രാക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വരിക, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മാറ്റി തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ആളെന്തായാലും പ്രീവിയസ് കസ്റ്റമർ മാറ്റേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് 295 പേര് ചോദിക്കുന്ന വിലയാണ്. ഈ ഗ്ലാസ് നിങ്ങൾക്ക് മാറ്റേണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ കുറച്ച് ചെറിയ രീതിയിൽ മാറ്റാൻ പറ്റും. പിന്നെ നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓൾമോസ്റ്റ് ഒരു 2.5 സുഖമായിട്ട് ലോൺ കയറില്ല. 18 വണ്ടി എന്തായാലും മാർക്കറ്റ് വില 2.5 മുകളിലുണ്ട്. 2 ഇയർ വാറണ്ടി കൊടുക്കും. 1 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് RSA കൊടുക്കാം. 24 ആയപ്പോൾ 18 വണ്ടി നേരെ 1 ഇയറിലേക്ക് വരും. 19 മുതൽ 2 ഇയറിലേക്ക് വരും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഒരു വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ RSAയും കൂടി ഈ വണ്ടി നിങ്ങൾക്ക് 2,95,000 രൂപയുടെ ഉള്ളിൽ കൊണ്ടുപോകാം. നല്ല രീതിക്ക് തന്നെ നെഗോഷ്യബിൾ ആവും. ഇതിൻ്റെയൊക്കെ പൈസ കുറയ്ക്കുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിലും മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് തരും കേട്ടോ. പിന്നെ ലോണും മാക്സിമം കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്നാലും നമ്മുടെ കോഴിക്കോട് കാർസ് ഓൺ കാർ ആൻഡ് ബൈക്കിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി എന്ന് പറയുന്നത് ഇവിടെ ഇനിയും വേറെ ഇഷ്ടം പോലെ വണ്ടി കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 100 വണ്ടീൻ്റെ മേലെ ഇപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് വണ്ടികൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏകദേശം വിലയും കാര്യങ്ങളൊക്കെ ഒരു ധാരണ ആയിക്കോട്ടെ അല്ലേ? പിന്നെ വൈശാഖ് ബ്രോനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോൻ്റെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ കയറി നോക്കിയിട്ട് കംപ്ലീറ്റ് സ്റ്റോക്ക് കാറ്റലോഗ് ഉണ്ടാവും. പക്ഷേ കാറ്റലോഗിനെക്കാളും കൂടുതൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട്. നമ്മൾ ആ ലിങ്ക് അയച്ചു തരികയാണെങ്കിൽ അതിൽ A to Z ഫിൽറ്റർ ചെയ്താൽ എല്ലാ ഡാറ്റയും കിട്ടും. വാട്സാപ്പ് കാറ്റലോഗിൽ നമ്മൾ ചിലപ്പോൾ റിമൂവ് എക്സിക്യൂട്ടീവ് വൈസ് ചിലപ്പോൾ പുതിയ ആഡ് ചെയ്യാൻ മറന്നു, ചിലത് പഴയ സ്റ്റോക്ക് അങ്ങനെ കിടക്കും. അതിൽ നല്ല ലൈവ് ലിങ്ക് ആണെങ്കിൽ നമുക്ക് ആ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. വേണമെങ്കിൽ OLX കാർ ആൻഡ് ബൈക്ക് സെർച്ച് ചെയ്താൽ കാലിക്കറ്റ് OLX നമ്മളെ ഈ ലൈവ് ഫോട്ടോസ് ഉണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ OLX ഒന്നും എടുക്കണ്ട കേട്ടോ, നമ്മുടെ ചാനൽ കണ്ടാൽ മതി. തമാശ അല്ല കേട്ടോ, നിങ്ങൾ വെറുതെ OLX ഒന്ന് പ്രൊമോട്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇത് ഏതാ മോഡലൊക്കെ? 21 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. 21 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി, അതായത് 13/12/2021 അതായത് ഡിസംബർ വണ്ടിയാണ്. ഓൾമോസ്റ്റ് 22 വണ്ടി എന്ന് തന്നെ പറയാം. പിന്നെ ഇത് 1 ലിറ്ററാ? 1 ലിറ്റർ ടർബോ അല്ല, നോൺ ടർബോ ആണ് വണ്ടി വരുന്നത്. 1 ലിറ്ററിൽ 2021 മോഡൽ 1000 cc 40,000 കിലോമീറ്റർ. 40,000 അല്ലേ? ഒരു വലിയ ഓട്ടമൊന്നും പറയാനില്ല, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയല്ലേ? 17 കിട്ടുമല്ലോ, റേഞ്ചിൽ മൈലേജ് കിട്ടും. ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ടാവും. പിന്നെ പല വീൽസ് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം പറയാം കേട്ടോ, അതായത് ശരിക്കും ഒരു എക്സിക്യൂട്ടീവ് വണ്ടി എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അത്രയ്ക്കും നല്ലൊരു ഡിസൈൻ ആണല്ലേ ഇത്. ഇതിന്റെ റെഡ് കളറൊക്കെ ആണെങ്കിൽ, ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഒന്നുകൂടി അതെ സ്റ്റൈലിഷ് ലുക്കിലേക്ക് വരുന്നത്. ഫുൾ ഓപ്ഷൻ അല്ലേ ഇത്? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, അത് തന്നെ റൂഫൊക്കെ ബ്ലാക്ക് വരും, അലോ വീൽസ് വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, ഇൻഫോർട്ടൈൻ സിസ്റ്റം, സീറ്റ് കവർ എല്ലാം വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് എല്ലാം വരുന്നുണ്ട്. എല്ലാം വരും. ഈ 40,000 ഓടിയ ടയറാണ് നിലവിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10,000 കിലോമീറ്റർ ഓടുമ്പോൾ മാക്സിമം അത് മാറേണ്ടി വരും കേട്ടോ. അത് ഏകദേശം ഫ്രണ്ടിൽ 2 ടയർ ഇട്ടാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലേ? ഏകദേശം നിങ്ങളൊരു 10-25,000 രൂപ ആണെങ്കിൽ ആ 4 ടയറും മാറ്റിയാൽ പിന്നെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, അടുത്തൊരു 40-50 കിലോമീറ്റർ ഓടിക്കും അല്ലേ? ഒരു ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് നല്ല വണ്ടി. ഇതെനിക്ക് പുതിയ ഏകദേശം 10 ലക്ഷം റുപ്യന്റെ മുകളിൽ വില വരുന്നുണ്ട്. നമ്മൾ ആസ്കിങ് വരുന്നത് 690 ആണ്. 690. ഓക്കെ, അതായത് നിങ്ങളൊരു 2021 വേറെ ഏത് മോഡൽ, അതായത് സ്വിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ബലേനോ ഏതെടുക്കാൻ പോയാലും ഈ വിലക്ക് കിട്ടൂല.
ഞാൻ പറയുമ്പോൾ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടിയാണ്. നോർമലി ചെറിയ ഫാമിലിക്ക്, അതായത് ഫാദർ മദർ 2 മക്കളൊക്കെ ഉണ്ട്, അവർക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റിയ വണ്ടി. ഒരു 1000 cc ലക്ഷറായിട്ട് 3 മക്കളായാലും കുഴപ്പമൊന്നുമില്ല, ഇരുന്നിട്ട് പോകാൻ പറ്റും അല്ലേ? ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഇത് എക്സിക്യൂട്ടീവ് വണ്ടിയാണ്, അത്രയും ക്ലീൻ ആണ് ഇത്. ആ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ 6,90,000 അല്ലേ? നെഗോഷ്യബിൾ അല്ലേ? ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ. 6 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? അതിനടുത്ത് നല്ല പ്രൊഫൈൽ കസ്റ്റമറാണ് ചെറുപ്പം, കാരണം മുകളിൽ കയറും അല്ലേ? ഓക്കെ, അത് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ വൈശാഖ് ബ്രോനെ കോൺടാക്ട് ചെയ്തോ, ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? തീർച്ചയായും. ഒരു രക്ഷയില്ലാത്ത വെയിലും കൂടിയാണ്, സഹിക്കാൻ പറ്റുന്നില്ല, അമ്മാരി വെയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു കുറഞ്ഞ വണ്ടികൾ കാണിച്ച് നിർത്തുന്നത്. പിന്നെ നോക്കാൻ പറ്റില്ല, ക്യാമറയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടു നോക്കും. ഈ വെള്ള വണ്ടി കൂടെ ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ ഈ ഡേ നൈറ്റ് ക്ലാസ് വെച്ചുകൊണ്ട് എനിക്ക് കുറച്ച് സുഖമുണ്ട്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ കാർസോൺ കാർബൈക്കിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒക്കെ വൈശാഖ് ബ്രോനെ കോൺടാക്ട് ചെയ്തോ. ഇവിടെ വരികയാണെങ്കിലും മൂപ്പരെ കണ്ടോളൂ. നിങ്ങൾക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ചെയ്തു തരും. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം കേട്ടോ. ഇവിടുത്തെ വേറെ കുറച്ച് നമ്മൾ കാണിക്കാത്ത കുറച്ച് വണ്ടികളുടെ റീൽ ഞാൻ ഇടുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടോളൂ. അപ്പോൾ കുറച്ചുകൂടി വണ്ടികൾ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.